തമിഴ്നാട്ടിൽ വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ചയുടൻ സ്റ്റാലിന്റെ വസതിയിലെത്തി വിജയ് കൂടിക്കാഴ്ച നടത്തും. അതിനിടെ 17ാം തമിഴ്നാട് നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കം. ഇന്ന് MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്തു. சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட சி. ஜோசப் விஜய் எனும் நான் சட்டமுறைப்படி நிறுவப்பெற்றுள்ள இந்திய அரசமைப்பு சட்டத்தில் உண்மையான நம்பிக்கையும் பற்றுறுதியும் கொண்டிருப்பேன் என்றும் சட்டமன்ற பேரவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்ட സായ്കുമാർ വിവരങ്ങളുമായി ചേരുകയാണ്. സായി, ഇന്നലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്, ഇന്ന് നിയമസഭയുടെ ആദ്യ സമ്മേളനം കൂടി ചേരുകയാണ്. അതിനൊപ്പം ഇന്ന് ഉച്ചകഴിഞ്ഞ് 2:30 വിജയ് സ്റ്റാലിൻ കൂടിക്കാഴ്ചയുണ്ടാകുമെന്നാണ് അറിയുന്നത്. എന്താണ് അതിന്റെ വിവരങ്ങൾ? മാധു, മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ 2ാം ദിവസം ഇന്ന് തമിഴ്നാട് നിയമസഭയിൽ MLA ആയി കൂടി വിജയ് സത്യപ്രതിജ്ഞ ചെയ്തു. മറ്റ് MLA-മാരും സത്യപ്രതിജ്ഞ ചെയ്തു. വിജയിയെ സംബന്ധിച്ച് TVKയുടെ 90 MLA-മാരെ സംബന്ധിച്ച് ആദ്യമായിട്ടാണ് MLA എന്ന നിലയിൽ അവർ നിയമസഭയിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒട്ടനവധി പ്രത്യേകതകൾ നിറഞ്ഞ ഒരു ദിവസം കൂടിയായിരുന്നു തമിഴ് നിയമസഭയെ സംബന്ധിച്ച ഇന്നത്തെ ദിനം. അതിൽ വിജയ് മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി കസേരയിൽ നിയമസഭയിലിരിക്കുന്നു. പ്രതിപക്ഷ നേതാവായി ഉദയനിധി സ്റ്റാലിനും ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ഇരുവരും മുഖാമുഖം വന്നു. പക്ഷേ പരസ്പരം മുഖം കൊടുക്കാതെ ഒന്ന് പുഞ്ചിരിക്കുക പോലും ചെയ്യാതെയാണ് ഉദയനിധി സ്റ്റാലിൻ സത്യപ്രതിജ്ഞ ചെയ്ത് നടപടികൾ പൂർത്തിയാക്കിയത്. മുതിർന്ന നേതാക്കളും സത്യപ്രതിജ്ഞ ചെയ്തു. അതിനുശേഷം അല്പം മുൻപാണ് ഇന്ന് ഉച്ചയ്ക്ക് 2:30 സ്റ്റാലിനെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി വിജയ് കൂടിക്കാഴ്ച നടത്തും എന്ന റിപ്പോർട്ടുകൾ വന്നത്. ഇന്നലെ നമുക്ക് ഓർമ്മയുണ്ട്, സത്യപ്രതിജ്ഞ ചെയ്തതിന് ശേഷം ആദ്യ പ്രസംഗത്തിൽ തന്നെ മുൻ സർക്കാരിനെയും മുഖ്യമന്ത്രിയെയും ഒക്കെ വിമർശിച്ചുകൊണ്ടാണ് വിജയ് പ്രസംഗിച്ചു തുടങ്ങിയത്. സാമ്പത്തിക നിലയൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള വിമർശനം. അതിന് ഉടനടി സ്റ്റാലിൻ മറുപടി നൽകുകയും ചെയ്തു. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുതെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തു. എന്തായാലും ആ വിമർശനങ്ങളും വിവാദങ്ങളും ഒക്കെ ഒഴിവാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഭരണ നടപടികളിലേക്ക് കടക്കും മുമ്പ് വിജയ് അദ്ദേഹത്തെ വീട്ടിലെത്തി കാണുന്നത്. മറ്റ് നടപടികൾക്ക് രൂക്ഷമായിരിക്കുന്നവരുടെ സ്റ്റാലിനെ വീട്ടിലെത്തി വിജയ് സന്ദർശിക്കും.